പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങളെല്ലാം അഭിഷേകിന് എതിരായി മുന്നിലേക്ക് പോയിരിക്കുകയാണ്. പോലീസിൽ ദേവരാജൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് അഭിഷേകിനെ വിളിപ്പിച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്നതിനായി. ഇതോടെ സ്റ്റേഷനിലെത്തുന്ന അഭിഷേക് ഇവിടെ നിന്ന് വിളിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് നിങ്ങളുടെ ഭാര്യയായ ദേവപാലയെ കാണാതായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പരാതിപ്പെടാത്തത് എന്ന് ചോദിക്കുകയാണ് SI. ഇതോടെ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് അവൾ തൻ്റെ ഭാര്യയല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് പറയുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ദേവബാല നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അതെ സാർ. മാത്രവുമല്ല അവളുടെ കഴുത്തിൽ നിങ്ങൾ താലിയും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യ മിസ്സാവുകയാണ് എങ്കിൽ അത് പോലീസിൽ അറിയിക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. പക്ഷേ നിങ്ങളത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? ഇന്ന് പരാതിയുമായി വന്നത് ദേവബാലയുടെ അച്ഛനായ ദേവരാജനും അയാളുടെ സുഹൃത്തുമാണ്. അവർ ഇവിടേക്ക് വരണമെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തോ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള പരാതി നേരത്തെ തന്നെ എൻ്റെ മുന്നിൽ വന്നു പറഞ്ഞേനെ. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ തന്നെയാണ് സംശയം. നിങ്ങൾ എവിടെയാണ് ദേവബാലയെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോവുകയും ദേവബാല മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് സാർ. പക്ഷേ അവളെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. അവൾ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല. അതാണ് സത്യം. ഞാനൊരു ട്രിപ്പിന് പോയേക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നത്. ഇത് കേൾക്കുന്ന SI പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു അവൾ എവിടെയാണ് എന്നുള്ള കാര്യം. ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടുമില്ല. എന്നെ വിശ്വസിക്കണം സാർ. ദേവബാലയുടെ തിരോധാനത്തിന് പിന്നിൽ എനിക്ക് യാതൊരു അറിവുമില്ല. ഇത് കേൾക്കുന്ന SI ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല ദേവബാലയെ ഞാൻ കണ്ടെത്തിയതിന് ശേഷം അവൾ നിങ്ങൾക്ക് എതിരായി മൊഴി നൽകുകയാണ് എങ്കിൽ പിന്നെ നിങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവത്തിന് പോലും സാധിക്കുകയില്ല. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്യും എന്ന് ഉറപ്പു തരികയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് തിരികെ സോഹനെ വന്ന് കാണുകയും ചെയ്യുന്നു. സോഹനോട് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാടാ എന്ന് പറഞ്ഞതിനെ തുടർന്ന് SI എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സോഹൻ. എടാ, അവളെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ് എന്ന് പറഞ്ഞ് ദേവരാജൻ പരാതി നൽകിയിരിക്കുകയാണ്. എല്ലാ അന്വേഷണവും എന്നിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പോലും എനിക്ക് അറിയുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ അവളെ കണ്ടെത്തുന്നതിന് വേണ്ടി എവിടെ അന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണ്ട എന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുമില്ല. ഞാൻ തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സോഹൻ എടാ ഇങ്ങനെ തളരല്ലേ, കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാൻ സാധിക്കും. യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കാം. ദേവബാല ഇവിടെ അടുത്തു തന്നെ ഉണ്ടാകും. അവളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക തന്നെ
ചെയ്യുമെന്ന് പറയുന്ന സോഹൻ ഇതേ തുടർന്ന് അഭിഷേകിന് ധൈര്യം പകരാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം തിരികെ വീട്ടിലേക്കെത്തിയ ദേവരാജൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അഭിഷേക് കടന്നു വരുന്നത്. ഇതോടെ അഭിഷേകിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നറിയാതെ ദേവരാജൻ ഇരിക്കുമ്പോഴാണ് അഭിഷേക് കേസ് കൊടുത്ത കാര്യമെല്ലാം താൻ അറിഞ്ഞു എന്ന് തുറന്നു പറയുന്നത്. എന്തായാലും കേസിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയുകയും, പക്ഷേ നിങ്ങളെന്നെ ചതിച്ചിരിക്കുകയാണ്. ദേവബാലയുടെ ഭർത്താവാണ് ഞാനെന്നുള്ള കാര്യം നിങ്ങൾ പോലീസിൽ വരെ പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യം ഇനി പുറത്തറിയുകയാണ് എങ്കിൽ എനിക്ക് ഇഷയെ വിവാഹം കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും കാര്യങ്ങൾ ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ദേവരാജൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ അവിടെ തകർന്ന് ഇരിക്കുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് രാഹുൽ പുതിയ നീക്കങ്ങളുമായി കടന്നു വരുന്നത്. എങ്ങനെയെങ്കിലും ഇഷയെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന അയാൾ പുതിയ ഐഡിയയുമായി മുന്നിലേക്ക് വരികയും റാം മോഹന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതോടെ റാം മോഹൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സഹായിക്കാം എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന ഇഷയോട് ഇഷയുടെ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രാഹുൽ. മാത്രവുമല്ല, അഭിഷേകുമായുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല എന്ന് ഇഷ മറുപടി പറയുന്നു. ഇതോടെ ഇഷയ്ക്കും അഭിഷേകിനും പുതിയൊരു സ്ഥലത്തേക്കുള്ള യാത്ര ഞാൻ തന്നെ ഏർപ്പാടാക്കി തരാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.